കാലാന്തരങ്ങളായി വിശ്വാസി സമൂഹം ഏറെ പവിത്രതയോടെ പരിഗണിക്കുന്ന മാസമാണ് റജബ്. എണ്ണിയാലൊടുങ്ങാത്ത നിരവധി മഹത്വങ്ങളാൽ അനുഗ്രഹീതമാണ് ഈ പുണ്യമാസം. പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമളാനിലേക്ക് കവാടമായ റജബിനെ ആരാധനകളാൽ ധന്യമാക്കണം. റജബിലും ഷഅബാനിലും റമളാനിലും തുടർച്ചയായി നോമ്പനുഷ്ഠിക്കൽ മഹത്തുക്കളുടെ ഒരു ശീലമായിരുന്നു. റജബിനെയും ഷഅബാനെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവർക്ക് പുണ്യ റമളാനിൻ്റെ പരിശുദ്ധിയും ആവാഹിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന റമളാൻ മാസത്തിലേക്കുള്ള ഒരു കാൽവെപ്പാണ് റജബും ഷഅബാനും. റമളാനിൽ വിളവെടുക്കേണ്ട സുഹൃതങ്ങളുടെ വിത്തിടലാണ് റജബിൽ ഉണ്ടാവേണ്ടത്. റജബ് റബ്ബിൻ്റെ മാസമാണ്. ഷഅബാൻ എൻ്റെ മാസവും റമളാൻ എൻ്റെ ഉമ്മത്തിൻ്റെ മാസവുമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസ്താവിച്ചിട്ടുണ്ട്. പവിത്രമാണെന്ന് ഖുർആൻ വ്യക്തമാക്കിയ മാസങ്ങളിലും റജബ് ഇടം പിടിച്ചിട്ടുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിലെ ഒട്ടനവധി അനുഗ്രഹീത ഏടുകൾക്ക് സാക്ഷ്യം വഹിച്ചു എന്നതും റജബിൻ്റെ ഒരു ചൈതന്യമാണ്. നിരവധി മഹത്വങ്ങൾ കൽപ്പിക്കപ്പെട്ടതും അനവധി അത്ഭുതങ്ങളാൽ ധന്യമായതുമായ ഒരു മാസമാണ് റജബ്. യുദ്ധം നിഷിദ്ധമാണെന്ന് സൂറത്ത് തൗബയിലൂടെ അള്ളാഹു പ്രസ്താവിച്ച 4 മാസങ്ങളിൽ വേറിട്ട് നിൽക്കുന്ന മാസമാണ് റജബ്. സർവ്വ സമുദായങ്ങളിൽ നിന്നും ഉമ്മത്ത് മുഹമ്മദിയർക്കുള്ള മഹത്വം പോലെയാണ് ഇതര മാസങ്ങളെ അപേക്ഷിച്ച് റബ്ബിൻ്റെ മഹത്വമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളിയിട്ടുണ്ട്. സ്വർഗീയ ലോകത്ത് പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മാധുര്യമേറിയതുമായ റജമെന്ന ഒരു നദി തന്നെ ഉണ്ടെന്നും അതിലുള്ള പാനീയം റജബിൽ നോമ്പനുഷ്ഠിച്ചവർക്കുള്ളതെന്നും അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം. റജബ് മാസത്തെ പ്രശോഭിതമാക്കുന്ന ഒരു സുപ്രധാന സംഭവമാണല്ലോ ഇസ്രാഉം മിഅ്റാജും. ലോകത്ത് ആഗതമായ 1,24,000-ഓളം വരുന്ന പ്രവാചക സംഘങ്ങൾക്ക് അസാധ്യമായ റബ്ബിൻ്റെ തിരുദർശനം അന്ത്യദൂതർ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിച്ച അനർഘ നിമിഷം. അള്ളാഹു നമുക്ക് സ്നേഹ സമ്മാനമായി 5 വക്ത് നിസ്കാരം നിർബന്ധമാക്കിയ ചരിത്രദിനം. അനാഥനായ ഹബീബിന് സനാതത്വം കനിഞ്ഞ അബൂ താലിബിൻ്റെയും ഖദീജ ബീവി റളിയല്ലാഹു അൻഹായുടെയും വഫാത്ത് കൊണ്ടും ത്വായിഫിൽ അനുഭവിച്ച യാതനകൾ കൊണ്ടും തിരുനബി ഹൃദയം നൊന്ത സന്ദർഭം. അതായത് ആമുൽ ഹുസൂൻ, ദുഃഖവർഷം എന്ന് ചരിത്രം രേഖപ്പെടുത്തിയ വർഷം. വേദനകളുടെ കയ്പ് നീരുകൾ അനുഭവിച്ച പ്രവാചകൻ്റെ മുന്നിൽ സാന്ത്വനത്തിൻ്റെയും ആത്മധൈര്യത്തിൻ്റെയും സമാശ്വാസം വർഷിക്കലായിരുന്നു യഥാർത്ഥത്തിൽ ഇസ്രാഉം മിഅ്റാജും.